Hello friends, Assalamu alaikum. Welcome to my channel SS Flavors. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബ്സ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് പേര് കബ്സ മസാല ഇല്ല അല്ലെങ്കിൽ അറബിക് മസാല ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുപോലുള്ള അറബിക് ഡിഷസ് ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇവിടെ ഗരം മസാല യൂസ് ചെയ്താണ് ഈ കബ്സ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഞാനിവിടെ 1 കിലോ അരിയുടെ കബ്സയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ ചരുവ എടുത്തിരിക്കുന്നത്. ഇനി ചിക്കനും കൂടി ഇതിലേക്ക് വരുമല്ലോ. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു 200 ml ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ബൾബ് വെളുത്തുള്ളി, 5 പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി വഴറ്റിയിട്ട് ഇത് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി പേസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനു മുൻപേ ആദ്യം ഈ ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് ആ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി അതിനുശേഷം ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 10-12 കുരുമുളക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 600 ഗ്രാം ചിക്കനാണ് എടുക്കേണ്ടത്. അതാണ് കറക്റ്റ് പ്രപ്പോർഷൻ. അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കബ്സയിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോവുക അല്ലെങ്കിൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടിപ്പോവുക കുറഞ്ഞു പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ചിക്കനിൽ ഒന്ന് മസാല പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സിമ്മാക്കി വെക്കുക. ഇനി ഇതിലേക്ക് അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് അരി ആദ്യം ഒരു പാത്രത്തിൽ അളന്ന് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തു വയ്ക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കണം. എന്നിട്ട് പാത്രം മൂടി വെച്ച് നമ്മൾ ഈ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ ഒരു ഉണക്കനാരങ്ങ പൊട്ടിച്ച് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റാണ് ചേർത്തത്. നിങ്ങളിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത അരിയാണ്. ഇനി അരി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഇത് പാത്രം മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ സിമ്മിലാക്കിയിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്.
ഇനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് ദമ്മിലിടണം. ദമ്മിലിടാനായിട്ട് ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ കബ്സ ഇരിക്കുന്ന പാത്രം ഇറക്കി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മൂടി, ഈ പാത്രം ഒരു ടൈറ്റായിട്ടുള്ള മൂടി വെച്ചിട്ട് വേണം മൂടാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ മേളിലൊരു വെയിറ്റ് കയറ്റി വെച്ചാലും മതി. ശേഷം ഒരു അരമണിക്കൂർ ദം ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.